ഞാനൊന്ന് വി എസ് എഞ്ചിലേക്ക് പോകട്ടെ. കാരണം ഇക്ബാലിനോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ബി ജെ പി നേതാവ് പറഞ്ഞൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ നിന്നുള്ള ഏക AICC അധ്യക്ഷനെ കോൺഗ്രസ് മറന്നതുകൊണ്ട് BJP ആ സ്മൃതി കുടീരത്തിലെത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വി എസ് രഞ്ജിത്ത് നമുക്ക് പോകണം. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ആലോചിക്കുക. 1897 ഈ നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായർ AICCയുടെ കോൺഗ്രസിൻ്റെ അമരാവതി സെഷനിൽ അധ്യക്ഷനാവുന്നത്. 1937 അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. ഇപ്പോൾ 91 വർഷമായി. 91 വർഷം കഴിഞ്ഞ 90 വർഷവും കാര്യമായിട്ട് ആർക്കും ചേറ്റൂർ ശങ്കരൻ നായരെ വേണ്ടായിരുന്നു. അത് അക്കാദമി ചർച്ചകളിലൊക്കെ സംവാദങ്ങളിലൊക്കെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പെട്ടെന്നൊരു ചേറ്റൂർ ശങ്കരൻ നായർ പ്രണയം ഉണ്ടാവുന്നു. അതിനെ മറികടക്കാൻ വേണ്ടി KPCCയുടെ പരിപാടി ഉണ്ടാവുന്നു. KPCC എനിക്കൊന്ന് ഒറ്റപ്പാലത്തൊക്കെ വെച്ച് പലപ്പോഴും ചേറ്റൂർ ശങ്കരൻ നായർ അനുസ്മരണമൊക്കെ നടത്താറുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് VK കൃഷ്ണദാസൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായർ ഒരു BJP ഐക്കണായി മാറുമോ സർദാർ പട്ടേലിനെ പോലെ? ഡോക്ടർ അരുൺകുമാർ, സർദാർ പട്ടേൽ മാത്രമല്ല കേട്ടോ, കേരളത്തിൽ K കേളപ്പനും KP കേശവമേനോനും ഒക്കെ BJPയുടെ പട്ടികയിൽ ഈ അടുത്ത കാലത്ത് ഇടം പിടിച്ചിരുന്നു. അതിന് BJP പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് K കേളപ്പനെയും KP കേശവമേനോനും ഒക്കെ കോൺഗ്രസ് സൗകര്യപൂർവ്വം മറന്നു. അതുകൊണ്ട് അത്തരം ദേശീയ നേതാക്കന്മാരെ അത് ഒരു രാജ്യത്തിൻ്റെ പൈതൃക സ്വത്താണ്, അത് കോൺഗ്രസ്സിന് മാത്രം അവകാശപ്പെട്ടതല്ല എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഈ അക്ഷയ് കുമാർ നായകനായിക്കൊണ്ടൊരു സിനിമ പുറത്തു വരുന്നുണ്ട്. ആ സിനിമ എനിക്ക് തോന്നുന്നു എ കേസ് ദാറ്റ് ഷൂക്ക് ദ എംപയർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. രഘു പാലാട്ടും പുഷ്പ പാലാട്ടും ഒക്കെ എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി പുറത്തിറങ്ങുന്ന ഒരു സിനിമ. ആ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ചേറ്റൂർ ശങ്കരനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ പാലക്കാട്ട് ഈ പറയുന്ന പ്രശാന്ത് ശിവനൊക്കെ കൂടി ചേർന്ന് വീണ്ടും ചേറ്റൂർ ശങ്കരനെ പാലക്കാട്ട് ചർച്ചയാക്കുകയും ഈ BJP നേതൃത്വം ഈ അനുസ്മരണ ദിനം കുറച്ചുകൂടി വിപുലമായി കൊണ്ടാടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതും. ഏതായാലും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചേറ്റൂർ ശങ്കരൻ്റെ ഒരു പാരമ്പര്യം കോൺഗ്രസും വലിയ തോതിലൊന്നും അവകാശപ്പെട്ടിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗാന്ധിയുമായിട്ടൊക്കെ ചേറ്റൂർ ശങ്കരന് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഗാന്ധിയും നിസ്സഹകരണ പ്രസ്ഥാനവും ഒക്കെ കളം നിറയാൻ തുടങ്ങിയോടുകൂടി പതുക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് ഉൾവലിഞ്ഞു പോയ ഒരാൾ കൂടിയാണ് ചേറ്റൂർ ശങ്കരൻ. അദ്ദേഹം സൈമൺ കമ്മീഷന് മുമ്പിൽ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. പുത്രികാ രാജ പദവിയോടുകൂടിയുള്ള ഒരു സ്വതന്ത്ര ഇന്ത്യ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോൾ ഗാന്ധി വന്നോടുകൂടി നിഷ്പ്രഭനാക്കപ്പെട്ടൊരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ആ അർത്ഥത്തിൽ കോൺഗ്രസ് പോലും ചേറ്റൂർ ശങ്കരൻ്റെ വലിയ പാരമ്പര്യം അവകാശപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ സർദാർ പട്ടേലിനെ പോലെയും K കേളപ്പനെ പോലെയും ഒക്കെ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ആദ്യം കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് വളരെ വിപുലമായി തന്നെ ചേറ്റൂർ ശങ്കരൻ്റെ അനുസ്മരണം സംഘടിപ്പിക്കുന്നു. BJP ആണെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു നേതാവിനെ കൂടി കിട്ടുമോ എന്നുള്ള അർത്ഥത്തിൽ ചേറ്റൂർ ശങ്കരനും അനുസ്മരണം സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു വി എസ് രഞ്ജിത്ത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. 2 പരിപാടികൾ നമുക്ക് ഒരേ ഫ്രെയിമിൽ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ആദ്യത്തെ പരിപാടി BJPയുടേതാണ്. BJPയുടെ പരിപാടി അല്പസമയത്തിനുള്ളിൽ പ്രശാന്ത് ശിവനും PK കൃഷ്ണദാസും ഒരുമിച്ച് നടത്തും. അത് സ്മൃതി മണ്ഡപത്തിലാണ്. ചേറ്റൂർ സ്മൃതി മണ്ഡപം മങ്കരയിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാർവതി അമ്മ എന്നാണ് ചേറ്റൂർ ശങ്കരൻ നായരുടെ അമ്മയുടെ പേര്. ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ കുറിച്ചുകൂടി പറയുന്ന ഒരു സിനിമയാണ് കേസരി ചാപ്റ്റർ 2 ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻവാല എന്ന് പറയുന്ന സിനിമ. ഏപ്രിൽ 18-ാം തീയതി റിലീസ് ചെയ്തു എന്നാണ് തോന്നുന്നത്. അത് അക്ഷയ് കുമാറാണ് അതിലെ പ്രധാന നായക കഥാപാത്രമായിട്ട് വരുന്നത്. ദ കേസ് ദാറ്റ് ഷുക്ക് ദ എംപയർ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എഴുതിയത് രഘു പാലാട്ടും പുഷ്പ പാലാട്ടും ചേർന്നാണ്. ചേറ്റൂർ ശങ്കരൻ നായരെയും 1919 ജാലിയൻ വാലാബാഗ് മാസക്കറും ഒക്കെ ചുറ്റിപ്പറ്റിയാണ് അതിലെ പ്രമേയം. അതൊരു കോർട്ട് ഡ്രാമയാണ്. ഒരു കോടതിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ റിലീസിംഗുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പേര് ദേശീയ തലത്തിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് നരേന്ദ്രമോദി ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് പറയുകയും ചെയ്യുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കാണാം. ചേറ്റൂർ ആർക്ക് സ്വന്തം? നമുക്ക് സ്വന്തം.